ബഹുമാനപ്പെട്ട ഡെർബി മോർ ബെസേലിയോസ് ചർച്ച് വികാരി പീറ്റർ അച്ഛൻ, ഭരണസമിതി കാര്യസ്ഥർ, പിന്നെ എത്രയും പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ, ഈ ഇടവകയുടെ വാർഷികത്തിന് ഞങ്ങൾ കുറച്ചു പേരെ വളരെയധികം യാതനകൾ സഹിച്ച് നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ച ഇടവകയുടെ ഭരണസമിതിക്ക് ആദ്യം തന്നെ സ്നേഹവന്ദനം. ഇനി ഞങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തട്ടെ. നാട്ടിലെ വിവിധ ഇടവകകളിലെ സൺഡേ സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന പേരെടുത്ത കുറച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ് ഞങ്ങൾ. മാത്രമല്ല മറ്റു പല മേഖലകളിലും ഞങ്ങൾ പ്രഗത്ഭരാണ് കേട്ടോ. ഈ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. പിച്ചും ടെമ്പോയും ശ്രുതിയും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പാട്ടിലൂടെ മാത്രമേ ഞങ്ങൾ മറുപടി പറയത്തുള്ളൂ. ഈ സൺഡേ സ്കൂൾ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചൊക്കെ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞങ്ങ് നീട്ടുന്നില്ല. ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്തേ. ഞാൻ പാട്ടുകാരി കുട്ടിയമ്മ ടീച്ചർ. പൊടിമറ്റം ഇടവകയിലാണേ. എൻ്റെ ഒറ്റ ഒരാളുടെ കഴിവ് മൂലം എല്ലാ മത്സരങ്ങൾക്കും ഞങ്ങളുടെ പള്ളിക്കാണ് എപ്പോഴും സമ്മാനം കിട്ടുന്നത്. ഇനി എന്റെ കൂട്ടത്തിൽ വന്നവരെ പരിചയപ്പെടുത്താം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നു, ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച് അനവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് ഇതുവരെയും സ്വന്തമായി ഒരു അവാർഡ് പോലും ലഭിച്ചിട്ടില്ലാത്ത, നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റാത്ത, എന്നാൽ ഹോം നഴ്സ് ആവാൻ ആയി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന പൊന്നാനി ഇടവകയിലെ പൊന്നമ്മ ടീച്ചർ. അടുത്തതായി വിവിധ കായിക മേഖലകളിൽ സ്വർണവും വെള്ളിയും വെങ്കലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ പോലും തെറ്റിപ്പോയ, എന്നാൽ ഒരു മംഗലം പോലും ഇതുവരെ നേടിയിട്ടില്ലാത്ത കോതമംഗലം പള്ളിയിലെ വത്സമ്മ ടീച്ചർ. ടീച്ചറിന്റെ ഒരു ചാട്ടം. മലങ്കര ജാക്കബൈറ്റ് സൺഡേ സ്കൂൾ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വൈസ് പ്രസിഡന്റ് ആകണോ സെക്രട്ടറി ആകണോ എന്ന് ചിന്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിയും വരെ പള്ളിയിൽ പോലും കയറാത്ത, പൊതുപ്രവർത്തനവുമായി നടക്കുന്ന പിറവം ഇടവകയിലെ സ്ഥാനാർത്ഥി സാറാമ്മ ടീച്ചർ. അടുത്തതായി പാചകകലയിൽ അതിനിപുണയാണെന്ന് സ്വയം പ്രശംസിക്കുന്ന, എന്നാൽ ചെറുപ്പം മുതൽ ജഡ്ജി ആവണമെന്ന് ആഗ്രഹിച്ച് സാമർത്ഥ്യം മാത്രം കൈമുതലായിട്ടുള്ള ഏലപ്പാറ ഇടവകയിലെ ഏലമ്മ ടീച്ചർ. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൗന്ദര്യ കലാരംഗത്ത് തിളങ്ങുന്ന വ്യക്തിത്വം. ഒരവസരം കിട്ടിയാൽ സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായെ പോലും വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കണമെന്ന് വ്യാമോഹിച്ച് എല്ലാ ബ്യൂട്ടി പാർലറുകളും കയറി ഇറങ്ങി നടക്കുന്ന നമ്മുടെ സ്വന്തം മണർകാട് പള്ളി ഇടവകയിലെ പൊന്നമ്മ ടീച്ചർ. കുഞ്ഞു മക്കളോടുള്ള തന്റെ അതിയായ ഇഷ്ടം മൂലം ഒരു പ്ലേ
സ്കൂൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഒറ്റ കുഞ്ഞിനെ പോലും കിട്ടാത്തതിനാൽ അത് പേരൻസ് ആരും കൊണ്ടുവിടാത്താണോ അറിയില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി തൃപ്തി അടയുന്ന, കണ്ടാൽ ഇത്തിരിയേ ഉള്ളൂ എങ്കിലും വലിയ മനസ്സിനുടമയായ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മഞ്ഞിനിക്കരയിലെ കുഞ്ഞമ്മ ടീച്ചർ. ബൈബിൾ ക്വിസിനും തന്റെ കുട്ടികൾ മാത്രം പ്രൈസ് വാങ്ങിയാൽ മതി എന്ന നിർബന്ധത്താൽ എപ്പോഴും തല ബൈബിളിൽ കുമ്പിട്ട് നടക്കുന്ന, ബൈബിൾ മുഴുവൻ അരച്ച് കലക്കിയ മാവേലിക്കര ഇടവകയിലെ മറിയാമ്മ ടീച്ചർ. വരുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളതും ന്യൂ ജനറേഷൻ ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇടുക്കി ഇടവകയിലെ ഇട്ടിയമ്മ ടീച്ചർ. എന്റെ അമ്മയെ സ്വന്തം ഭാഷയായിട്ട് ഇതിന്റെ ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷും പറഞ്ഞു പറഞ്ഞ് മടുത്ത് ഇതൊന്നും മരുന്നില്ലല്ലോ അതല്ലേ. എല്ലാവരും എത്തിച്ചേർന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അതിനായി ആദരണീയായ നമ്മുടെ ജഡ്ജി അമ്മയെ ഞാൻ ക്ഷണിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുന്നിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്, IPC സെക്ഷൻ 405, 406 വിശ്വാസവഞ്ചന, കപട പ്രസ്താവന എന്നീ വകുപ്പുകൾ പ്രകാരം 10 വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോട് ക്ഷമിക്കണമേ. Your honor, O Lord, our God, Amen. ശരി, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണമെങ്കിൽ അതാവാം. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവരെല്ലാവരും ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. കുടുംബ വിശേഷങ്ങളിലൂടെ ആവട്ടെ തുടക്കം. യൂറോപ്പ് പര്യടനത്തിന് വന്ന നിങ്ങൾ ഭർത്താക്കന്മാരെ എന്താണ് കൊണ്ടുവരാത്തത്? അതിരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ഏത് സമയവും പാട്ടും പര്യടനവുമായി നടക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ സന്തോഷമായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഭർത്താക്കന്മാർ സുന്ദരന്മാരാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ
അമ്മായിയമ്മമാരെ പറ്റി എന്താണ് അഭിപ്രായം? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശരി, അപ്പൊ മക്കളൊക്കെ എങ്ങനെ ഉത്തരവാദിത്തമൊക്കെ ഉള്ളവരാണോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അത് സാരമില്ല. ഒരു വശത്ത് ദുഃഖമെങ്കിൽ മറുവശത്ത് സുഖം എന്നാണല്ലോ. നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഈ ഡെർബി ബസേലിയോസ് ചർച്ചിന്റെ ഹൃദയമിടിപ്പായ ഇടവകക്കാരുടെ ഏതൊരാവശ്യത്തിനും മഞ്ഞും മഴയും ഒന്നും വകവെക്കാതെ എത്ര ദൂരത്തു നിന്നും ഓടിയെത്തി ഇവിടുത്തെ കുഞ്ഞാടുകളെയും മുട്ടനാടുകളെയും ആത്മീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട പീറ്റർ അച്ഛനോട് എന്താണ് പറയാനുള്ളത്? നന്മയ്ക്കു നാഥൻ നീ, നല്ലവർക്കു കാവലും നീ, നായകനും നീ. ഈ ആളുകളെ എല്ലാം നേർവഴി കാട്ടി നടത്താനുള്ള കൃപ അച്ഛന് ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ UK ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാട്ടിലെക്കാട്ടിലും കഷ്ടമാണ് ഇവിടുത്തെ ഖജനാവെന്നാണ് കേട്ടത്. അതിന്റെ അങ്കലാപ്പിൽ നടക്കുന്ന ഇവിടുത്തെ ട്രസ്റ്റിയോട് എന്താണ് പറയാനുള്ളത്? പള്ളി കമ്മിറ്റിയിൽ എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ വന്നാലും നെഞ്ചും വിരിച്ച് അവരുടെ എല്ലാം വായടപ്പിച്ച് പള്ളിക്കാര്യങ്ങളെല്ലാം കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ മിടുക്കനായ സെക്രട്ടറിയോട് എന്താണ് പറയാനുള്ളത്? ഉയർത്തില്ലെന്ന് ശത്രുക്കൾ വായിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. നമ്മുടെ വരും തലമുറ ടീനേജേഴ്സ് ആൻഡ് യൂത്ത് അസോസിയേഷൻ മെമ്പേഴ്സ്, അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ ഒരേ സാരി മാത്രമേ ഉടുക്കൂ എന്ന് നിർബന്ധമുള്ള, എന്നാൽ എല്ലാ കാര്യത്തിലും ഒരു മടിയുമില്ലാതെ മുന്നോട്ടിറങ്ങുന്ന സുന്ദരിമാരുടെ ഒരു കൂട്ടമാണ് ഇവിടുത്തെ വനിതാ സമാജം. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല പാത പിന്തുടർന്നിടാം, നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നാട്ടിലെ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് പരിചയ സമ്പന്നരായ നിങ്ങൾക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് എന്താണ് പറയാനുള്ളത്? സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം, സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. കുഞ്ഞുങ്ങളെല്ലാം ഇവര് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? സത്യവും സ്നേഹവും കൈമുതലായുള്ള ദൈവത്തിന് കൊള്ളാവുന്ന നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ വളരണം കേട്ടോ. വിശ്വാസികളില്ലെങ്കിൽ ഇടവകയുമില്ല, ഇടവക ദിനവുമില്ല. അതുകൊണ്ട് എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇടവകക്കാരോട് നിങ്ങൾ എന്തെങ്കിലും പറയണം.
നമ്മുടെ അത്രയും വരത്തില്ല എങ്കിലും ഒട്ടും മോശമല്ലാത്തൊരു കൊയറും ഇവിടെ ഉണ്ട്. ആ പാട്ടുകാരോട് എന്താണ് പറയാനുള്ളത്? എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പാടിയും പറഞ്ഞും സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും ഒക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പോകുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത 2 പേരെ പ്രത്യേകം ഓർക്കുകയാണ്. നോബിൾ എന്നറിയപ്പെടുന്ന കുട്ടിക്കാനം ഇടവകയിലെ ഏലിയാസ് കുട്ടി, ഒരു കയ്യടിയാണോ? പിന്നെ ഓമല്ലൂർ ഇടവകയിലെ ജോമി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഓമനക്കുട്ടി ടീച്ചർ. UK-യുടെ മറ്റ് പല ഭാഗങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനും ക്ലാസ് അവതരിപ്പിക്കാനും പോയതുകൊണ്ടാണ് അവർക്ക് എത്താൻ പറ്റാത്തത്. ഓ ശരി ശരി ശരി. പോകുന്നതിന് മുമ്പ് ഈ പള്ളിയിലെ ഒരു പ്രധാന വ്യക്തിക്ക് ഞങ്ങളോട് എന്തോ പറയാനുണ്ടത്രേ. ആളെ ഇങ്ങോട്ട് വിളിക്കാം. ചർച്ച് ലെവൽ മുതൽ അങ്ങ് നാഷണൽ ലെവൽ വരെ ഏത് പ്രോഗ്രാം ഏൽപ്പിച്ചാലും അതൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഏറ്റവും ഭംഗിയായി നടത്തുന്ന ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ വളരെ ഭംഗിയായും ചിട്ടയായി നടത്തുന്ന, എന്നാൽ അതിന്റെ ഒരു ജാടയുമില്ലാത്ത, എല്ലാത്തിനും പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരുടെയും സ്വന്തം ഹെഡ് മാസ്റ്റർ. ഞങ്ങളെപ്പോലെ തന്നെ ഇദ്ദേഹവും പാട്ടിലൂടെ സംസാരിക്കാൻ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും സഹനങ്ങൾ സഹിച്ച് ഇവിടെ എത്തി ഞങ്ങളോട് സാറിന് എന്താണ് പറയാനുള്ളത്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസിന്ധനമോർത്തിടുമ്പോൾ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. താങ്ക് യു സാർ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഇവിടുത്തെ വികാരിയച്ഛൻ പറയുന്നു, പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ ആയിട്ട് നമ്മളോട് ഇവിടെ തന്നെ അങ്ങ് കൂടാൻ. എന്താ അഭിപ്രായം?